നമസ്കാരം. എൻ്റെ പേര് വിനയ് കൃഷ്ണൻ. ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു. പലസ്ട്ര പെർഫോമൻസ് ആൻഡ് റീഹാബ് ആൻഡ് പലസ്ട്ര മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എന്നുള്ള 2 സ്ഥാപനങ്ങളുടെ പാർട്ണറായിട്ട് ആണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് നമുക്കിവിടെ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ് അഥവാ അതിന് കോമൺ ആയിട്ട് പറയുന്നത് ടെന്നീസ് എൽബോ എന്നുള്ളതാണ്. എന്താണ് ടെന്നീസ് എൽബോ എന്ന് ഞാൻ പറഞ്ഞുതരാം. 2 പേശികൾ നമ്മുടെ റിസ്റ്റിനെ മുകളിലേക്കാക്കുന്ന 2 പേശികൾക്ക് വരുന്ന ചെറിയ സ്ട്രെയിൻ അല്ലെങ്കിൽ ഇഞ്ചുറി, അതാണ് ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിന് ടെന്നീസ് എൽബോ എന്ന് പേര് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടെന്നീസിൻ്റെ ബാക്ക് ഹാൻഡ് മോഷൻ സഡനായിട്ട് റിസ്റ്റ് മുകളിലോട്ട് പൊക്കുമ്പോൾ വരുന്ന ഒരു ഇഞ്ചുറിക്കാണ്. അതിനാണ് ടെന്നീസ് എൽബോ എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയാറുള്ളത്. ടെന്നീസ് എൽബോ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആളാണ്. കാര്യം സച്ചിൻ ടെണ്ടുൽക്കറിന് ടെന്നീസ് എൽബോ വന്നിട്ട് അങ്ങനെ ടെന്നീസ് എൽബോ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ഫിസിയോതെറാപ്പിയിൽ ടെന്നീസ് എൽബോയിന് റീഹാബിലിറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരുപാട് പേര് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. ഡെഫിനറ്റ് ആയിട്ടും യെസ്, ഫിസിയോതെറാപ്പിയിൽ നമുക്ക് വളരെ 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 എഫക്റ്റീവായിട്ട് ടെന്നീസ് എൽബോയിനെ നമുക്ക് മാറ്റാൻ പറ്റും. ടെന്നീസ് എൽബോ നമുക്ക് ഈ ടെന്നീസ് കളിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ വരുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ സഡനായിട്ടുള്ള റിസ്റ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ്, അതാണ് ടെന്നീസ് എൽബോ വരാനുള്ള ഒരു കാരണം. അപ്പോൾ അത് എങ്ങനെ വേണം വരാം. ഈവൻ ഈ റിസ്റ്റിൻ്റെ മൂവ്മെൻ്റ് അല്ലാതെ നമ്മുടെ ഗ്രിപ്പ് സ്ട്രെങ്ത്തിൻ്റെയോ ഷോൾഡറിൻ്റെ ഇഷ്യൂ കൊണ്ടോ നമുക്ക് ടെന്നീസ് എൽബോ മാനിഫെസ്റ്റ് ചെയ്യാം. എന്തൊക്കെയാണ് ഫിസിയോതെറാപ്പിയിൽ ഇതിന് ചെയ്യുന്നത്? നമ്മൾ കറക്റ്റായിട്ടുള്ള ആദ്യം റെസ്റ്റ് കൊടുക്കുക. അവിടെ ഇഞ്ചുറിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ടേപ്പിംഗ് മുതലായ കാര്യങ്ങൾ ചെയ്യുക. ബാക്കിയുള്ളത് നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസസ്. എൽബോയ്ക്ക് മാത്രം വ്യായാമങ്ങൾ കൊടുക്കാതെ നമ്മൾ അതിൻ്റെ 2 ജോയിൻറ്റ്, അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ജോയിൻറ്റിൻ്റെ പേശികൾക്കും കൂടെ വ്യായാമങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് ടെന്നീസ് എൽബോ നമുക്ക് മാറ്റാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഷോൾഡർ സ്ട്രെങ്ത്തും റിസ്റ്റ് ഗ്രിപ്പിൻ്റെ ഇഷ്യൂ കാരണം ഒരുപാട് പേർക്ക് ടെന്നീസ് എൽബോ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് റിസ്റ്റിൻ്റെ എക്സസൈസസ്, ഗ്രിപ്പിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു സ്ട്രെങ്ത്ത്, ഷോൾഡറിൻ്റെ സ്ട്രെങ്ത്ത് ഇത്രയും ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ ടെന്നീസ് എൽബോവിന് നല്ലൊരു മാറ്റം നമുക്ക് വരുത്താൻ പറ്റും. ഫിസിയോതെറാപ്പിയിൽ കറക്റ്റായിട്ടുള്ള അഡ്വൈസ്, നിങ്ങൾക്ക് വേദന വരുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഡെഫിനറ്റായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് റിലീവ് ആവാൻ പറ്റും. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം.